നോക്കി. അപ്പോൾ വണ്ണം കുറയുമ്പോൾ നോർമലായിട്ട് നമ്മുടെ വണ്ണം കുറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പിന്നെ ഫേസും വണ്ണം കുറയും. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാം. ഒരു 5 വർഷം മുമ്പുള്ള എൻ്റെ ഫേസ് ആണിത് കേട്ടോ. 5 വർഷം മുമ്പുള്ള എൻ്റെ ഫേസ്. അത് കഴിഞ്ഞതിന് ശേഷം 1 മാസം മുമ്പുള്ള എൻ്റെ ഫേസ് ആണ് ഇത്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ യാതൊരു തരത്തിലുള്ള ഫേസ് യോഗ എന്ന് പറയുന്ന ടേം തന്നെ തെറ്റാണ്. ഫേഷ്യൽ എക്സർസൈസും ചെയ്തിട്ടല്ല. ഞാൻ എൻ്റെ ഓവറോൾ എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം കുറച്ചപ്പോൾ എൻ്റെ ഫേസ് ഒട്ടിപ്പോയി. എനിക്ക് എൻ്റെ ഒട്ടിയ ഫേസ് എനിക്ക് ഇഷ്ടമല്ല, ഉള്ളത് പറയാലോ. അതുകൊണ്ട് ഞാൻ ഈ ഫേസ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ബോഡിയിലെ വണ്ണം കുറയുമ്പോൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഓവറോൾ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഫാറ്റും കുറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അല്ലാണ്ട് നമ്മൾ ജോ ലൈൻ കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ വലിച്ചു കയറ്റി ലിംഫാറ്റിക് ഫ്ലൂയിഡിനെ ഇങ്ങനെ വലിച്ചു കയറ്റി ഇവിടെ കൊണ്ട് വെച്ചാലോ, നമ്മൾ വേറെ എന്തൊക്കെ ചെയ്താലോ, ചുണ്ടിനെ പുറത്ത് ഇങ്ങനെ വെച്ചാലോ നമുക്കൊന്നും കിട്ടില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നമ്മുടെ ഓവറോൾ വെയിറ്റ് കുറയുമ്പോൾ, നമ്മുടെ ബോഡിയിലെ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ വെയിറ്റ് കുറയും. അങ്ങനെ ഒരുപാട് ഇതോ ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചെന്നോ, ഇത് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി അണ്ടറിലും ഒരു ആയുഷിന്റെ അണ്ടറിലോ NMC അണ്ടറിലോ ഇങ്ങനെ ഒരു കോഴ്സ് നടത്തുന്നില്ല. ഫേസ് യോഗ എന്ന് പറയുന്ന ഒരു കോഴ്സ് നടത്തുന്നില്ല. ഫേഷ്യൽ എക്സർസൈസ് നമ്മൾ വർഷങ്ങളായിട്ട് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യും. എന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ എന്താ പറയുക, മുഖത്തിന്റെ ആയാലും നമ്മളൊന്ന് ശരീരം ഒന്ന് മസാജ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് രക്തയോട്ടം ഉണ്ടായി ഫേസ് ഒന്ന് ഗ്ലോ ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. അത് ഫേസ് യോഗ എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ എടുത്ത് 2000-ന് മേളിൽ ഫീസ് വാങ്ങിച്ച് 10,000-ലധികം ആൾക്കാരെ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് ആ ഫീസ് ഇനത്തിൽ തട്ടിപ്പ് നടത്തുവാണ്. കാരണം സ്വന്തം ഫേസ് മാർക്കറ്റ് ചെയ്തുകൊണ്ട്, സ്വന്തമായിട്ട് വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. സെലിബ്രിറ്റികളെ പിൻ ചെയ്ത് വെച്ചുകൊണ്ട് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, സ്വന്തം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എടുത്തു വെച്ച് മാർക്കറ്റ് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കി ആൾക്കാരെ തട്ടിച്ച് കാശുവാക്കുന്നതിനെ കുറിച്ച് കുറെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്കും അത് തന്നെയാണ് പറയാവുന്നത്. നമ്മൾക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടെന്ന് കരുതി നമ്മൾ പറയുന്ന ഈ ആൾക്കാർ തന്നെ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് നാളെ ജോയിൻസിലും അവിടെ ഇവിടെയൊക്കെ പെയിൻ വരും. നിങ്ങൾ സാധാരണഗതിയിൽ വീട്ടിൽ എല്ലാ ദിവസവും ഒന്ന് ഫേസ് മസാജ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോഴെന്ത് മസാജ് ചെയ്താലും നമ്മുടെ ഫേസിൽ അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഇത് എവിടുന്ന് ഈ 1000-കണക്കിന് രൂപ ഫീസ് കൊടുത്തൊന്നും പഠിച്ചെന്ന് വെച്ച് നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഓവറോൾ ബോഡി വെയിറ്റ് നമ്മൾ കുറയ്ക്കാം. നമ്മുടെ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യും. ഞാൻ ഓവർ വെയിറ്റ് ചെയ്യായിരുന്നു. 11 മണിക്ക് ശേഷം ഞാൻ ലീഗൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഞാനിരുന്ന് എന്തെങ്കിലുമൊക്കെ ചിപ്സോ അതൊക്കെ തിന്നോണ്ടിരുന്ന് എനിക്ക് വണ്ണം കൂടി. അതിനുശേഷം ഞാനിപ്പോൾ 8 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്നതേ നിർത്തി. അപ്പോൾ എൻ്റെ ഡയറ്റ് കൃത്യമായി ഞാൻ കൺട്രോൾ ചെയ്തപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞു. പക്ഷേ എൻ്റെ ഫേസ് ഒട്ടിപ്പോയതിന് എനിക്ക് ഇപ്പോഴും വിഷമമാണ് കേട്ടോ. കാരണം എൻ്റെ ഫേസ് ഒട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മളെപ്പോഴും നല്ല ഇച്ചിരി ചബ്ബിയിട്ടൊക്കെ ഇരിക്കണം അല്ലേ ഫേസ്. അത് അങ്ങനെയുള്ള ഫേസാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇപ്പോഴത്തെ ആൾക്കാരും പ്രായമായവർക്കും പ്രായമില്ലാത്തവർക്കും എല്ലാം ഫേസ് ഇങ്ങനെ ജോ ലൈൻ കാണണം. ഈ ജോ ലൈൻ കാണുന്നതിന് നമ്മുടെ ഫേസിന്റെ ഫിഗർ എങ്ങനെയാണോ, ഞാനിപ്പോൾ ഓവൽ ഷേപ്പ് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓവൽ ഷേപ്പ് ഫേസ് ആയതുകൊണ്ട് ഓവൽ ഷേപ്പ് ഫേസ് ആണ് വരുന്നത്.